ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ക്രാഫ്റ്റ് വീഡിയോയും കൊണ്ടാണ്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വാൾ ഷെൽഫിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ വെറുതെ കളയുന്ന കാർഡ്ബോർഡ് വെച്ചിട്ട് ഇതുപോലെ ഒരു ഷെൽഫ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പൊ ഞാൻ ഇത് നമ്മുടെ വാൾ ഷെൽഫ് ഉണ്ടാക്കാനായിട്ട് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള 8 പീസ് കാർഡ്ബോർഡ് ആണ് നമുക്ക് വേണ്ടത്. അതായത് 4 വ്യത്യസ്ത സൈസിലുള്ള 2 പീസ് കാർഡ്ബോർഡ് വെച്ചിട്ട് നമുക്ക് വേണം. അങ്ങനെ 8 പീസ് കാർഡ്ബോർഡ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഞാൻ ഇത് ഒരേ സൈസിലുള്ള 2 കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ നീളം വന്നിട്ട് 72 സെന്റിമീറ്റർ ആണ്. പിന്നെ വീതി 13 സെന്റിമീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേണ്ടത് ഇതേ സൈസിലുള്ള 2 ഇതുപോലുള്ള കാർഡ്ബോർഡ് പീസ് ആണ്. ഈ ഒരു 2 കാർഡ്ബോർഡ് പീസും തമ്മിൽ നമുക്ക് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണം. ആ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു 2 കാർഡ്ബോർഡ് പീസ് എടുത്തത്. ഇപ്പൊ ഞാൻ എന്താ കാർഡ്ബോർഡിന്റെ ഉൾവശത്തായിട്ട് ഇതുപോലെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യാണ്. ഈ ഗ്ലൂ ഗൺ വെച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത പീസ് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് ഷെൽഫിന്റെ റാക്ക് ഉണ്ടാക്കാനുള്ള കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടാക്കിയത് ബേസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന്റെ സൈസ് വന്നിട്ട് 53 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയുമാണ്. ഇനി ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് അടുത്ത കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈസ് വന്നിട്ട് 42 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയുമാണ്. ഈ ഒരു ഷെൽഫിന്റെ റാക്ക് എല്ലാം 10 സെന്റിമീറ്റർ ആണ് വീതി കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ബേസിന്റെ വീതി മാത്രമാണ് കേട്ടോ 13 സെന്റിമീറ്റർ എടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം 10 സെന്റിമീറ്റർ ആണ് വീതി കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇതും ഞാൻ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇത് അവസാനത്തെ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈസ് 30 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയുമാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചേർത്തൊട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഇത് നമുക്ക് കട്ടിയുള്ള 4 കാർഡ്ബോർഡ് പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. അപ്പൊ ഇത് പെയിന്റ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അക്രിലിക് പെയിന്റ് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ പെയിന്റ് അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്, പകരം ഇൻസുലേഷൻ ടാപ്പാണ് യൂസ് ചെയ്യുന്നത്. എന്റെ കയ്യിൽ ഒരു ബ്ലാക്ക് കളർ ഇൻസുലേഷൻ ടാപ്പ് ഇരിപ്പുണ്ടായിരുന്നു, കാലങ്ങളോളായി ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് തീർക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ആദ്യമായിട്ടല്ല, ഞാൻ പണ്ടും ഒത്തിരി ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നൊന്നും ഈ ഒരു യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നു. അപ്പോൾ ഇൻസുലേഷൻ ടാപ്പ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പെയിന്റ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. പിന്നെ പൊടിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തുടച്ചെടുക്കാനും പറ്റും. പിന്നെ ഇളകി പോരുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ, ഒത്തിരി നാളെ ലാസ്റ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ എല്ലാ കാർഡ്ബോർഡ് പീസും ഇതുപോലെ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റാക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ബേസ് ആയിട്ട് എടുത്തു വെച്ച കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അതായത് 72 സെന്റിമീറ്റർ നീളമുള്ള കാർഡ്ബോർഡ് പീസ്, അത് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ആയിട്ട് എടുത്ത്, അതായത് ഏറ്റവും ചെറിയ കാർഡ്ബോർഡ് പീസ് 30 സെന്റിമീറ്റർ നീളമുള്ള കാർഡ്ബോർഡ് പീസ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ മുകളിൽ നിന്ന് കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഉറപ്പിച്ചു നിർത്താനായിട്ട് ഇതിന്റെ പുറം ഭാഗത്ത് ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുകയാണ്. ഇപ്പൊ ഇത് നിൽക്കുന്നത് ഈ ഒരു ഗ്ലൂ ഗണ്ണിന്റെ ബലത്തിലാണല്ലോ, അപ്പൊ അതൊന്ന് ആ ഒരു ബലം കൂട്ടാനായിട്ട് ഇതുപോലെ നമുക്ക് ടൂത്ത് പിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ആണിയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇതുപോലുള്ള ചെറിയ ആണിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ തന്നെ കുത്തി കൊടുക്കാം. ഇപ്പൊ ഞാൻ ഒരു സൈഡിൽ ഈ ഒരു ആണി കുത്തി കൊടുക്കുകയാണ്. ഇപ്പൊ എന്റെ കയ്യിൽ ഒറ്റൊരു ആണി ഉണ്ടായിരുന്നല്ലോ കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു ആണി മാത്രം കുത്തി കൊടുക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് കേട്ടോ കുത്തി കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ അടുത്ത റാക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതായത് 42 സെന്റിമീറ്റർ നീളമുള്ള അടുത്ത റാക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത അതേ രീതിയിൽ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിലായിട്ട് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ചെറിയ ആണിയോ മറ്റോ കുത്തി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് അവസാനത്തെ റാക്കും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അതായത് 53 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയുള്ള കാർഡ്ബോർഡ് പീസ്, അതും ഇതുപോലെ തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചുമരിലോട്ട് തൂക്കിയിടാനായിട്ട് ഇതുപോലുള്ളൊരു ചരട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ബാക്ക് സൈഡിലായിട്ട്. പിന്നെ ഈ ഒരു ചരടിന്റെ ഭാഗം മുന്നോട്ട് അങ്ങ് തള്ളി വെക്കണ്ട കേട്ടോ, നമ്മുടെ റാക്ക് ആയിരിക്കണം കാണേണ്ടത്, ഈ ഒരു ചരട് കാണാൻ പാടില്ല. ഇനി അതൊന്ന് ഇളകി പോരാണ്ടിരിക്കാനായിട്ട് ഇതുപോലുള്ള പേപ്പറിന്റെ പീസ് കൂടി അതിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇത് നമ്മുടെ വാൾ ഷെൽഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്റെ കയ്യിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ അതിനോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്.
അപ്പൊ ഇതുപോലൊരു വാൾ ഷെൽഫ് ഉണ്ടാക്കി നമ്മുടെ ഹാളിലൊക്കെ നമ്മൾ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പൊ നമ്മൾ വെറുതെ കളയുന്ന കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടാണ് ഇത്രയും നല്ലൊരു വാൾ ഷെൽഫ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ ഫാമിലീസിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിളിലോ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടി ഓൺ ആക്കി വെക്കുക കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.